പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വ്ളോഗൊന്നും അല്ല കേട്ടോ, ഇന്ന് നല്ലൊരു അച്ചപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നല്ല മൊരിന്നുള്ള അച്ചപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണണേ. അതുപോലെ തന്നെ ഇന്നലെ വരെ എൻ്റെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അച്ചപ്പം ഉണ്ടാക്കാൻ ഞാനിപ്പോൾ ഇതിന് 2.5 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഗ്ലാസ്സിന് 2.5 ഗ്ലാസ് അരിപ്പൊടി. ഇത് പാക്കറ്റ് അരിപ്പൊടിയാണ്, ഇവിടെ പൊടിച്ച അരിപ്പൊടിയൊന്നുമല്ല. അപ്പം അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടിട്ട് നല്ലപോലെ ഉണ്ട് മിക്സ് ചെയ്യട്ടെ. എല്ലാം കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ മിക്സ് ചെയ്യുന്നത്. പിന്നെ ഇത് കരിഞ്ജീരകമാണ് കേട്ടോ. കറുത്ത എള്ള് എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു. അപ്പോൾ എള്ള് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് കരിഞ്ജീരകമാണ്, കുറച്ച് നല്ല ജീരകം. അപ്പോൾ ഇതും കൂടെ ഒന്നും ഇങ്ങോട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഇത് 2 കോഴിമുട്ടയാണ്. 1 ഗ്ലാസ് പൊടിക്ക് 1 മുട്ട എന്നുള്ള കണക്കാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കോഴിമുട്ട നല്ലപോലെ ഒന്ന് കലക്കി വെച്ചതാണ്. അപ്പോൾ അതും കൂടെ അങ്ങോട്ട് കുറച്ച് കൊടുത്ത് കൈ കൊണ്ട് നല്ലപോലെ അങ്ങോട്ട് ഇതും കൂടെ മിക്സ് ചെയ്യാം. ഇനി നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതൊക്കെ നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ആവശ്യാനുസരണം. പിന്നെന്താ വെച്ചാൽ അച്ചപ്പത്തിന് ഓവർ മധുരം അത്ര നന്നായിരിക്കില്ല കേട്ടോ. ഒരു നേരിയ മധുരം ഇത് നന്നായിരിക്കുള്ളൂ. ഓവർ മധുരം ഇട്ട് അത്ര ഒരു ടേസ്റ്റ് കിട്ടില്ല. ഈ ഗ്ലാസ്സിന് 1 ഗ്ലാസ്സാണ് കേട്ടോ. ഫുള്ളും എടുത്തിട്ടില്ല കേട്ടോ. ഈ ഗ്ലാസ്സിന് ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അതിപ്പോൾ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്കൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ തേങ്ങാപ്പാൽ. അപ്പോൾ തേങ്ങാപ്പാൽ ആദ്യം നമുക്ക് കുഴച്ച് മിക്സ് ചെയ്യാം. എന്നിട്ട് പിന്നെ ഇത് തേനില്ലെങ്കിൽ പിന്നെ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ടും കുഴച്ചെടുക്കാം. ഞാനെല്ലാം കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത്. എനിക്ക് എന്നാലും സെറ്റായി കിട്ടുള്ളൂ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവമാണല്ലേ ഈ അച്ചപ്പം. കുറച്ച് തേങ്ങ ചിരവി പാലെടുക്കണമെന്നേ ഉള്ളൂ. പിന്നെ എല്ലാം അരിപ്പൊടി, പഞ്ചസാര, കോഴിമുട്ട. ഇതൊന്നും ഇപ്പോൾ നമുക്ക് മുൻകൂട്ടിയൊന്നും മേടിക്കേണ്ട. കാരണം ഇതൊക്കെ നമ്മുടെ വീട്ടിലെപ്പോഴും ഉള്ള സാധനങ്ങൾ തന്നെ ആയിരിക്കും. പിന്നെ എണ്ണ വേണം കേട്ടോ. എണ്ണയില്ലാതെ പറ്റില്ല. പൊരിച്ചെടുക്കാൻ വെളിച്ചെണ്ണ, ഓയിൽ, അത് നമുക്ക് ഇഷ്ടമുള്ള ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാം. ഈ ഒരു പരുവമാണ് നമുക്ക് ആയിക്കിട്ടേണ്ടത്. ഈ ഒരു പരുവമാണ് കേട്ടോ ആയിക്കിട്ടേണ്ടത്. അച്ചപ്പം ഉണ്ടാക്കേണ്ട അച്ച ആദ്യം ഒന്ന് നല്ലപോലെ ഒന്ന് ചൂടാക്കാൻ വെക്കുന്നുണ്ട്. നമ്മൾ പുതിയ അച്ചക്കയാണ് വാങ്ങിയതെങ്കിൽ നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് നാളെ അച്ചപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി തന്നെ ഇതുപോലെ നല്ലപോലെ എണ്ണയിലിട്ടൊക്കെ ഒന്ന് തിളച്ച എണ്ണയിലിട്ട് മയക്കി എടുത്ത് വെക്കണം കേട്ടോ. എന്നിട്ട് ആ രാത്രി മുഴുവൻ ആ അച്ച എണ്ണയിൽ തന്നെ ഇട്ട് വെക്കണം. ഇത് ഞാൻ 1 പ്രാവശ്യം ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇന്നലെ തന്നെ ഒന്ന് ചെയ്ത് വെക്കേണ്ടതായിരുന്നു. ഒരുപാട് ഞാൻ മയക്കിയിട്ടില്ലല്ലോ ചെയ്തിട്ടൊന്നും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഞാനപ്പോൾ ഇത് കുറച്ച് നേരം മുമ്പേ ഞാൻ മാവൊക്കെ കൂട്ടുന്നതിന് മുമ്പ് തന്നെ എണ്ണച്ചട്ടിയൊക്കെ ഒന്ന് അടുപ്പിൽ വെച്ച് കത്തിച്ചിട്ട് ഇതൊക്കെ ഒന്ന് ചൂടാക്കാൻ വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി മെല്ലെ അച്ചപ്പം അങ്ങോട്ട് ചുട്ടെടുക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ്, അച്ചപ്പം ചുടുന്ന വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് അടിക്കണം കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇടണേ. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. എന്നാലേ എനിക്ക് വീഡിയോ തുടർച്ചയായിട്ട് ഇടാൻ പറ്റുള്ളൂ. അത് നല്ലപോലെ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നതാണ്. പുതിയ കൂട്ടുകാരോടൊക്കെയാണ് കേട്ടോ പറയുന്നത്. പിന്നെ സ്ഥിരം എൻ്റെ എല്ലാ വീഡിയോയും കാണുന്ന കൂട്ടുകാരോടൊന്നും അല്ല, പുതിയതായിട്ട് വരുന്ന കൂട്ടുകാരോടൊക്കെയാണ് കേട്ടോ പറയുന്നത്. കുറച്ച് മാവ് ഇതിലേക്ക് മാറ്റാം കേട്ടോ. നമുക്ക് കുറച്ച് മാവ് മുക്കി പൊരിച്ചാൽ മതി. അപ്പം മുഴുവൻ മാവിൽ എണ്ണ ചൂട്ടോടെ അച്ചിട്ട് മുക്കണ്ട. ആദ്യം കുറച്ച് മാവ് ഇതിൽ ഒഴിച്ച് വെക്കാം. എന്നിട്ട് പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മാവ് വേറെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് ഫസ്റ്റത്തെ അച്ചപ്പം ഒന്ന് ചുട്ട് നോക്കാം. ആദ്യം ചിലപ്പോൾ ചളവളാവോ എന്നൊന്നും അറിയില്ല. ഫുള്ളായിട്ട് അച്ച് മുക്കരുത് കേട്ടോ. പകുതിയെ മുക്കാൻ പാടുള്ളൂ. ഇതുപോലെ സൗണ്ട് ഉണ്ടാവണം അച്ചിങ്ങനെ മുക്കുമ്പോൾ. എന്നിട്ട് ഇങ്ങനെ വെച്ച് ആ അച്ച് നമ്മൾക്ക് ചട്ടിൻ്റെ താഴെ മുട്ടാൻ പാടില്ല കേട്ടോ. അങ്ങനെ മുട്ടിയാൽ ഒട്ടിപ്പിടിക്കും. ചട്ടിൻ്റെ താഴെ മുട്ടരുത്. ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കുക. അതൊന്നിങ്ങനെ ഫ്രൈ ആയി പകുതി ഇതാവുമ്പോൾ തനിയെ വിടർന്ന് വന്നോളും. അതല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ഒന്നുകൊണ്ട് ഇങ്ങനെ ഇളക്കിയാൽ മതി. ഇപ്പോൾ ഇളക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. പിന്നെ തീ കുറച്ച് കൂടുതൽ കത്തിപ്പോയിട്ട്. അപ്പോൾ ഗ്യാസിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ സ്ലോ ആക്കിയൊക്കെ വെച്ചാൽ മതി. അപ്പോൾ ആദ്യത്തെ 1-2 എണ്ണമൊക്കെ ഇത്തിരി
കരിഞ്ഞ പോലെയും മുരിഞ്ഞ പോലെയൊക്കെ വരും കേട്ടോ. പിന്നൊക്കെ എല്ലാം ശരിയായിക്കോളും. അപ്പോൾ ആദ്യത്തെ നല്ലോണം എണ്ണ ചൂടായതല്ലേ, ഒന്നിങ്ങനെ കരിഞ്ഞു കേട്ടോ. അതൊന്നും കുഴപ്പമില്ല. നമ്മൾ എന്തൊരു സാധനം ഉണ്ടാക്കുമ്പോൾ ഒന്ന് രണ്ടെണ്ണം ഇതുപോലെയൊക്കെ ആവും. ഇനിയുള്ളതൊക്കെ നമുക്ക് ശരിക്കും അങ്ങോട്ട് ചുട്ടെടുക്കാം. ആ സമയം അച്ചപ്പം ഇങ്ങോട്ട് കോരി എടുക്കുന്ന സമയം നമ്മൾക്ക് അച്ച് കുറേ ആ സമയമൊക്കെ എണ്ണയിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. എൻ്റെ അച്ച് അത്ര ശരിയില്ല കേട്ടോ. നല്ല ഓടിൻ്റെ അച്ച് അല്ലെങ്കിൽ പിച്ചളുടെ അച്ച് അങ്ങനത്തെ അച്ചൊക്കെ മേടിക്കണം. അതാകുമ്പോൾ അച്ചപ്പം കുറച്ചും കൂടെ കട്ടിക്ക് കിട്ടും. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കുമ്പോൾ കുറച്ച് നൈസായിട്ടാണ് കേട്ടോ കിട്ടണത്. നല്ല പിച്ചള ഓടിൻ്റെ ഒക്കെ അച്ചുണ്ടാവും. അതൊക്കെ ആകുമ്പോൾ നല്ല കട്ടിക്ക് കിട്ടും അച്ചപ്പം. കുഴപ്പമൊന്നുമില്ല, എന്നാലും കുറച്ച് നൈസ് പോലെ ആയിരുന്നു മാത്രം. അങ്ങനെ നമ്മുടെ അച്ചപ്പമൊക്കെ ചുട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ 2.5 ഗ്ലാസ് പൊടിയിൽ ഇത്ര അച്ചപ്പം കിട്ടി. അപ്പോൾ ഇതിന്നും കൂടുതലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കൂട്ടുകാർ. അപ്പോൾ മക്കളൊക്കെ ഉണ്ടാക്കുമ്പോൾ ചൂട്ടോടെ കഴിച്ചതാണ്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. നല്ല മൊരുന്നുണ്ട്. നല്ല കുട്ടികൾക്കും പ്രായമായവർക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയത് കേട്ടോ. ഇനി പ്രായമായവർ പല്ലില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കയ്യിലെടുത്തിട്ട് കൈ കൊണ്ട് ഇതുപോലെ നല്ലപോലെ അങ്ങോട്ട് പൊടിച്ചങ്ങോട്ട് കൊടുക്കുക. എന്നിട്ട് കട്ടൻ ചായയിലൊക്കെ അങ്ങോട്ട് ഇട്ട് കുടിക്കുക കേട്ടോ. അച്ചപ്പം തീരെ ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ല അടിപൊളിയായി കിട്ടുന്നുണ്ട്. പക്ഷെ അച്ച് തന്നെ വേണം. പെട്ടെന്ന് നമുക്ക് പണിയൊക്കെ കഴിയും. നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ 1 ഗ്ലാസ് പൊടിയിലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ മോൾ അതെല്ലാം എടുത്തിട്ടൊന്ന് വേറൊരു ബോക്സിലൊക്കെ ഇട്ടിട്ടൊന്ന് ടൈറ്റ് ആയിട്ടുള്ളൊരു ബോക്സിലൊക്കെ ഇട്ടിട്ടൊന്ന് അടച്ച് വെക്കുകയാണ്. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.